നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അനിരുദ്ധനെയും നന്ദനയെയും തനിച്ചാക്കി അവർ പോയി. പെരുമ്പടപ്പ് പുറങ്ങിൽ വീടിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ 3 പേർ മരിച്ചു. അപകടത്തിൽ 5 പേർക്കാണ് പൊള്ളലേറ്റത്. ഗുരുതരമായി പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിലെ ബേൺസ് ഐസിയുവിൽ ചികിത്സയിലായിരുന്ന പുറങ്ങ് പള്ളിപ്പടി തൂക്കുപാലത്തിന് സമീപത്ത് താമസിക്കുന്ന ഏറാട്ട് വീട്ടിൽ സരസ്വതി, മകൻ മണികണ്ഠൻ, ഭാര്യ റീന എന്നിവരാണ് മരിച്ചത്. ഇവരുടെ മക്കളായ അനിരുദ്ധൻ, നന്ദന എന്നിവർക്കും പൊള്ളലേറ്റിരുന്നു. ഇവരും ചികിത്സയിലാണ്. സംഭവം നടക്കുമ്പോൾ കുട്ടികൾ സമീപത്തെ മുറിയിലായിരുന്നു. തീ പിടിക്കുന്നത് കണ്ട് ഓടിവന്ന കുട്ടികൾക്കും പൊള്ളലേറ്റു. ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല. മരിച്ച 3 പേർക്കും 90% പൊള്ളലേറ്റിരുന്നു. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെ വീടിന്റെ ഒരു മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാമ്പത്തിക ബാധ്യതയെ തുടർന്നുള്ള ആത്മഹത്യയാണ് നടന്നതെന്നാണ് പ്രാഥമിക വിവരം. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതാണെന്നാണ് പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ വിവരം. പെട്രോൾ അടങ്ങിയ കുപ്പിയടക്കം സ്ഥലത്തു നിന്നും കണ്ടെത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സിസിടിവി ന്യൂസ്, തൃത്താല. പട്ടാമ്പി വല്ലപ്പുഴയിൽ നിന്നും 153 കിലോഗ്രാം ചന്ദനവുമായി 2 പേരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. തിരുവനന്തപുരത്തെ ഫോറസ്റ്റ് ഫ്ലൈയിംഗ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചന്ദനമരം മുറിച്ച് കടത്തി വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ 3 യുവാക്കൾ വനംവകുപ്പിന്റെ പിടിയിലായത്. ഷൊർണൂർ കണയം ചെമ്മകുന്ന് വീട്ടിൽ 26-കാരനായ വിഷ്ണുദാസ്, പുൽക്കുന്നിമഠത്തിൽ 27-കാരനായ അഭിലാഷ്, പുൽക്കുന്നിമഠത്തിൽ 38-കാരനായ രാജേഷ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 8.5 കിലോ ചന്ദനവും പിടിച്ചെടുത്തു. ചെറുപ്പശ്ശേരി തൂത വിട്ടിക്കാട് ഭാഗത്ത് നിന്ന് മുറിച്ച ചന്ദനം വിഷ്ണുദാസും അഭിലാഷും ചേർന്ന് രാജേഷിന് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അറസ്റ്റ്. ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO ജയപ്രകാശ്, സ്ക്വാഡ് റേഞ്ച് ഓഫീസർ സനൂപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കേസിന്റെ തുടരന്വേഷണത്തിനായി ഒറ്റപ്പാലം റേഞ്ച് ഓഫീസർക്ക് ഇവരെ കൈമാറി. പട്ടിത്തറയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ചൊവ്വാഴ്ച വൈകിട്ട് 5:45 അപകടം. തൃത്താല ഭാഗത്തു നിന്നും കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ റോഡരികിലെ മരത്തിൽ ഇടിക്കുകയായിരുന്നു. കാർ യാത്രക്കാരായ 2 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇതിൽ കാർ ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണ്. അപകടത്തിൽപ്പെട്ടവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മിക്കാൻ അനുമതി. 1,68 ലക്ഷം രൂപ ചെലവിലാണ് അടിപ്പാത നിർമ്മിക്കുക. റെയിൽ മുറിച്ചു കടന്നുള്ള യാത്ര റെയിൽവേ നിർത്തലാക്കുന്ന സാഹചര്യത്തിലാണ് അടിപ്പാത നിർമ്മിക്കാൻ തീരുമാനമായത്. പട്ടാമ്പി പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരും പ്രദേശവാസികളുമെല്ലാം ഇരുഭാഗങ്ങളിലേക്കും റെയിൽ മുറിച്ചു കടന്നാണ് യാത്ര ചെയ്തിരുന്നത്. മാസങ്ങൾക്ക് മുമ്പ് റെയിൽവേ ഇത്തരത്തിലുള്ള വഴികൾ അടച്ചുപൂട്ടിയിരുന്നു. പെരുമുടിയൂർ ഓറിയന്റൽ സ്കൂളിന് മുന്നിലെ വഴിയും അടച്ചുപൂട്ടുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധവും ഉയർന്നു. വിദ്യാർത്ഥികളെയും ഇത് ദോഷകരമായി ബാധിക്കുമെന്നായിരുന്നു ആക്ഷേപം. തുടർന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മിക്കാനാണ് ഇപ്പോൾ അനുമതിയായിരിക്കുന്നത്. 1,68 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അടിപ്പാത നിർമ്മാണം. ഇത് റെയിൽവേ തന്നെ നടപ്പാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നതെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. സതേൺ റെയിൽവേ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇറക്കിയതെന്നും MP സൂചിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയുടെ പൂർണ്ണമായ ചെലവും റെയിൽവേ തന്നെയാണ് വഹിക്കുക. അടിപ്പാത വരുന്നതോടെ പെരുമുടി സ്കൂളിലേക്കും ഈ പ്രദേശത്തുള്ള ആളുകൾക്കും സുരക്ഷിതമായുള്ള കാൽനടയാത്രയും നടത്താം. പദ്ധതിക്ക് അനുമതി ലഭിച്ചതോടെ ഉടൻ വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടിയിലേക്ക് കടക്കുമെന്നാണ് സൂചന. അടുത്ത അധ്യയന വർഷത്തിന് മുമ്പ് തന്നെ പണി പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ.
വാർത്തയിലേക്ക്. SYS ജില്ലാ മീലാദ് വിളംബര റാലി കൂറ്റനാട് നടന്നു. പ്രവാചകൻ പ്രകൃതവും പ്രഭാവവും എന്ന പ്രമേയത്തിൽ നടക്കുന്ന റബ് ക്യാമ്പയിന് കൂറ്റനാട് നടന്ന ജില്ലാ വിളംബര റാലിയോടെ തുടക്കമായി. വൈകിട്ട് 4 മണിക്ക് കൂറ്റനാട് ന്യൂ ബസാറിൽ നിന്ന് തുടങ്ങിയ വിളംബര റാലി ടൗൺ മസ്ജിദിന് മുൻപിൽ സമാപിച്ചു. സമാപന സംഗമത്തിൽ സൊലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, ബഷീർ ഫൈസി ദേശമംഗലം എന്നിവർ സംസാരിച്ചു. സയ്യിദ് അബ്ദുള്ള കോയ തങ്ങൾ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഇമ്പിച്ചി കോയ തങ്ങൾ, TK മുഹമ്മദ് കുട്ടി ഫൈസി, അബ്ബാസ് മലാഹിരി, യൂസഫ് പത്തിരിപ്പാല, സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ, TP അബൂബക്കർ മൗലവി, ഖാജ ദാരിമി തുടങ്ങിയവർ പങ്കെടുത്തു. ഇതൊരു വിളംബര റാലി മാത്രമാണ്. ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമായുടെ ഒരു പോഷക സംഘടനയാണ് SYS. അതുപോലെ എല്ലാ സംഘടനകളും ഈ മീലാദ് അതുപോലെ തന്നെ റമദാൻ മാസമൊക്കെ വരുമ്പോൾ ക്യാമ്പയിൻ ആചരിക്കാറുണ്ട്. ഇപ്രാവശ്യത്തെ മീലാദ് ക്യാമ്പയിൻ അൽഹംദുലില്ലാ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ മൗലിദ് ഓതിക്കൊണ്ട് ഉദ്ഘാടന കർമ്മം ഇന്ന് രാവിലെ 7 മണിക്ക് നിർവഹിക്കപ്പെട്ടു. ഇന്ന് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ജില്ലാ തലങ്ങളിലും കേരളത്തിന് പുറത്തുമുള്ള ചില നമ്മുടെ സംഘടനാ സംവിധാനത്തിലൊക്കെ ഇതുപോലെ വിളംബര റാലി നടത്തുക. ഈ ഒരു മാസക്കാലം ഇവിടെ സ്വാഗത ഭാഷണം നടത്തിയ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഖാദർ ഫൈസി തർക്കശ്ശേരി, അദ്ദേഹം പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജീവിത മഹിതമായ ദർശനങ്ങൾ പ്രചരിപ്പിക്കുക. 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചാലിശ്ശേരി പഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി AS സജീഷസ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. 3 വർഷത്തെ സർവീസിനു ശേഷം സ്ഥലം മാറിപ്പോകുന്ന പഞ്ചായത്ത് സെക്രട്ടറി VA ഗീതയ്ക്ക് യാത്രയപ്പും നൽകി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആൻറ്റി വിനു, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവശ്ശേരി, സെക്രട്ടറി VA ഗീത, കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 4-ാം തീയതി മുതൽ തുടങ്ങുന്ന വാർഡ് തല ഗ്രാമസഭകൾ 10-ാം തീയതി അവസാനിക്കും. വാർഡ് മെമ്പർമാർ മുഖേന ലഭിച്ചിട്ടുള്ള വ്യക്തിഗത ഗ്രൂപ്പ് ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോറങ്ങൾ പൂരിപ്പിച്ച് അതത് വാർഡ് മെമ്പർമാരുടെ പക്കലോ പഞ്ചായത്ത് ഓഫീസിലോ ഗ്രാമസഭകളിലോ തിരിച്ചേൽപ്പിക്കാവുന്നതാണെന്ന് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പദ്ധതി വിശദീകരണത്തിൽ പറഞ്ഞു. കൊപ്പം പഞ്ചായത്തിലെ പുതുമനത്തിരുത്തു കോളനി നവീകരണവും റോഡ് പുനരുദ്ധാരണവും പൂർത്തിയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് 11 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കൊപ്പം പഞ്ചായത്തിലെ പുതുമന തുരുത്ത് റോഡിന്റെയും കോളനിയുടെയും നവീകരണം പൂർത്തിയാക്കിയത്. നവീകരണം പൂർത്തിയാക്കിയ പദ്ധതികൾ തുറന്നുകൊടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചെയ്തിട്ടുള്ളത്. അപ്പോൾ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലായിട്ട് SC ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ SC കോളനികൾ നവീകരിച്ചും റോഡ് നവീകരിച്ചുകൊണ്ട് ഒരുപാട് പദ്ധതികൾ നമ്മൾ ഭരണസമിതി വന്നതിൻ്റെ ശേഷം ചെയ്തിട്ടുണ്ട്. അതൊക്കെ SCക്ക് ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഭരണസമിതി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു SC വിഭാഗത്തിൽപ്പെട്ട ഒരാളുകൾക്ക് സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് ഇങ്ങനെ സൈഡ് കെട്ടാനൊന്നും അവർക്ക് സാധിക്കില്ല. അപ്പോൾ അത് നമ്മൾ കണ്ടുകൊണ്ട് അവർക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ്, കൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗം AP അഭിലാഷ്, AP രാമദാസ്, ഹിള പുലാശ്ശേരി, രവി സരോവരം, TK ഷുക്കൂർ, AK മുസ്തഫ, സുരേഷ് കല്ലുടുമ്പിൽ, രാജീവ് പുലാശ്ശേരി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഓണവിപണി ലക്ഷ്യമിട്ട് വിളയൂർ പഞ്ചായത്തിൽ ഇറക്കിയ ചെണ്ടുമല്ലി പൂക്കൃഷി വിളവെടുപ്പ് തുടങ്ങി. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലായി 1 ഏക്കറിലധികം സ്ഥലത്താണ് പൂക്കൃഷി നടപ്പിലാക്കിയത്. മുഹമ്മദ് മുഹസിൻ MLA വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓണവിപണി ലക്ഷ്യമിട്ടാണ് വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണയും ചെണ്ടുമല്ലി പൂക്കൃഷി ഇറക്കിയിരിക്കുന്നത്. പഞ്ചായത്തിലെ പേരടിയൂർ, അമ്പാടിക്കുന്ന് എന്നിവിടങ്ങളിലായി 1 ഏക്കറോളം സ്ഥലത്താണ് ചെണ്ടുമല്ലി പൂക്കൃഷി ഇറക്കിയിട്ടുള്ളത്. ഇതിൽ പേരടിയൂർ ഇറക്കിയ ചെണ്ടുമല്ലി കൃഷിയിലെ വിളവെടുപ്പാണ് ആരംഭിച്ചിരിക്കുന്നത്. മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലി പൂക്കളാണ് ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത്. കുടുംബശ്രീയുടെയും CDSന്റെയും കൃഷിഭവന്റെയും എല്ലാം സഹകരണത്തോടു കൂടിയാണ് കൃഷി നടപ്പാക്കിയത്. മുഹമ്മദ് മോസിൻ MLA വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓണാഘോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പൂക്കളിടുന്നതും. പൂവ് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴും തമിഴ്നാട്ടിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും പൂ വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വില കൊടുക്കേണ്ടി വരും.
എന്നാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പൂവ് ഇവിടുന്ന് ലഭ്യമാകുമ്പോൾ മിതമായ നിരക്കിലും ലഭ്യമാകും എന്നത് മാത്രമല്ല, ഇവിടെ നിരവധി ആളുകൾക്ക് ഈ പൂക്കൃഷി ചെയ്യുന്നതിലൂടെ വരുമാനവും കിട്ടുമെന്ന പ്രത്യേകതയുണ്ട്. അപ്പൊ അതിനുവേണ്ടി വലിയ രീതിയിൽ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും മുന്നോട്ട് വന്നപ്പോൾ അത് ഏറ്റെടുത്ത് നടത്താൻ മുന്നോട്ട് വന്ന കുടുംബശ്രീ CDS യൂണിറ്റിനെ ഈ ഘട്ടത്തിൽ വളരെ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു മാതൃകയാണ്. നമ്മുടെ നാട്ടിൽ നേരത്തെയൊന്നും പൂക്കൃഷി അത്ര കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അത് വ്യാപകമായി വരികയാണ്. അത് വലിയ നേട്ടം നമ്മുടെ നാട്ടിലേക്ക് തന്നെ ഉണ്ടാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ചെണ്ടുമല്ലി എന്ന് പറയുന്നത് വളരെ ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സീസണായിട്ട് നമ്മൾ വ്യാപിപ്പിക്കുകയാണെങ്കിൽ വലിയ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. CDS ചെയർപേഴ്സൺ അമ്പിളി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ, സ്ഥിരസമിതി അധ്യക്ഷ രാജ്യമണികണ്ഠൻ, കൃഷി ഓഫീസർ അർഷാൻ, ഷംനത്ത്, ബ്ലോക്ക് മെമ്പർ സരിത, മറ്റു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ചെണ്ടുമല്ലിപ്പൂവിന് വിളയൂരിൽ തന്നെ വിപണിയും ഒരുക്കിയിട്ടുണ്ട്. അടുത്ത ദിവസം മുതൽ പൂവിപണികൾ വിളയൂരിൽ ആരംഭിക്കും. അന്തരിച്ച നാടകാചാര്യൻ VP രാമചന്ദ്രന്റെ നിര്യാണത്തിൽ ചൂണ്ടയിൽ ക്രിയേഷൻസ് അനുശോചനം രേഖപ്പെടുത്തി. വിജയൻ ചാത്തന്നൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുശോചന യോഗത്തിൽ ഷൊർണൂർ രവി, വിനീഷ് ചുണ്ടയിൽ, സന്തോഷ് കുമാർ, പ്രദീപ്, വരദ വിനു, ലതാ പ്രദീപ്, രജിത സന്തോഷ് കുമാർ, ദാസൻ ചുണ്ടയിൽ, ഗീത തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.